ഒരു മാസം പെയ്യേണ്ട മഴ 4 ദിവസം കൊണ്ട് പെയ്തു. ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല, നഗരത്തിന് താങ്ങാൻ പറ്റില്ല. 300 ജില്ലകളാണ് ഇന്ത്യയിൽ വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊരു സൈലൻറ്റ് മരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിൻ്റെ, വെള്ളത്തിൻ്റെ, പരിസ്ഥിതിയുടെ, കാലാവസ്ഥയുടെ, സസ്യജാലങ്ങളുടെ ഒരു സൈലൻറ്റ് ഡെത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മഴ വരികയും പിന്നെ വേനൽ വരുന്നു, പിന്നെ മഴ, ഇങ്ങനെ ഒരു കാലം ഉണ്ടല്ലോ. അവിടെ ആ നാട് മരുവൽക്കരിക്കപ്പെട്ടു പോകും, മരുഭൂമിയാവും. ഇതാണ് കഥ. ഒരു മഴക്കാലം ദുരന്തത്തിൻ്റെ കാലം, മഴ കഴിഞ്ഞാൽ വേനൽക്കാലം. ഇതാണ് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും പുതിയ കാലാവസ്ഥ രീതി. നമസ്കാരം. ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ സമൂലമായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 1 മുതൽ കാലവർഷം തുടങ്ങേണ്ടതാണ്. പല സ്ഥലങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട് എങ്കിലും ചില സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ മാസം ജൂലൈ മാസമാണ്. ഈ മാസമടക്കം വലിയ രീതിയിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മഴ ലഭിക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിലും മഴ ലഭിക്കാത്ത സാഹചര്യം, ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയുമാണ് പെയ്യുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, ഈ മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. 2 വിഷയം സംഭവിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും മൺസൂൺ മഴയാണ് പ്രധാന മഴ. അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിൽ കിട്ടുന്ന മൺസൂൺ മഴ. അതിൻ്റെ 70% കിട്ടേണ്ടത് ഈ പീരീഡിലാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് കിട്ടേണ്ടത്. ജൂലൈ, ആഗസ്റ്റൊക്കെ നല്ല മഴ വരേണ്ടതാണ്. ജൂൺ 1 തുടങ്ങി, അല്ലെങ്കിൽ മെയ് അവസാനം തുടങ്ങിയാൽ വലിയ മഴ വരണം. പക്ഷേ നമുക്ക് ജൂൺ മാസത്തിൽ 40% മഴ കുറഞ്ഞു, 40% മഴ കുറഞ്ഞു. ജൂലൈയിൽ ഇന്നലെ വരെയുള്ള കണക്കെടുക്കുക, അങ്ങനെയെല്ലാം എടുക്കാം, തലേ ദിവസം വരെയുള്ള കണക്ക്. ഇന്നലെ വരെയുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ 14% കുറഞ്ഞു. അപ്പോൾ ജൂണിനേക്കാൾ മഴ കിട്ടി ജൂലൈയിലെന്ന് പറയാം. പക്ഷെ പ്രശ്നം അവിടെ അല്ല. ബോംബെയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാസം പെയ്യേണ്ട മഴ 4 ദിവസം കൊണ്ട് പെയ്തു. ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല, നഗരത്തിന് താങ്ങാൻ പറ്റില്ല. 300 ജില്ലകളാണ് ഇന്ത്യയിൽ വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 115 ജില്ല അക്യൂട്ടായിട്ടുള്ള വരൾച്ച ബാധിതമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 300 എണ്ണം പ്രഖ്യാപിച്ചു, 115 എണ്ണം സീരിയസ് ആണ്. അങ്ങനെ പ്രഖ്യാപിച്ച് നമ്മളിങ്ങനെ വരൾച്ചയെ പിടിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ശക്തമായ മഴ. ഇപ്പോൾ ഡൽഹിയിൽ 3 പേര് മരിച്ചു, ഉത്തർപ്രദേശിൽ ശക്തമായ മഴ, പഞ്ചാബിൽ മഴ, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഭയങ്കര മഴ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് വളരെ ഗുരുതരമായ, അതീവ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. നമ്മൾ പക്ഷേ ഇതിനെക്കുറിച്ചൊരു സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളോ സംവിധാനങ്ങളോ ബോധറല്ല എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. സൈലൻ്റ് മരണമുണ്ട്, നിശബ്ദമായ മരണമുണ്ട്, പെട്ടെന്നുള്ള മരണമുണ്ട്, ആക്സിഡൻ്റലി വരുന്ന മരണം. ഈ സൈലൻ്റ് മരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇതൊരു സൈലൻറ്റ് മരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിൻ്റെ, വെള്ളത്തിൻ്റെ, പരിസ്ഥിതിയുടെ, കാലാവസ്ഥയുടെ, സസ്യജാലങ്ങളുടെ ഒരു സൈലൻറ്റ് ഡെത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി മഴ വരികയും കുറച്ച് മഴ വരികയും പിന്നെ വേനൽ വരുന്നു, പിന്നെ മഴ, ഇങ്ങനെ ഒരു കാലം ഉണ്ടല്ലോ. അവിടെ ആ നാട് മരുവൽക്കരിക്കപ്പെട്ടു പോകും, മരുഭൂമിയാവും. ഇതാണ് കഥ. കാരണം വരുന്ന വെള്ളത്തിന് അവിടെ നിൽക്കാൻ പറ്റും. അത് പ്രളയവും ബഹളമൊക്കെ ഉണ്ടാക്കി അത് പോവും. ആ റെസിസ്റ്റൻസ് പിടിച്ച് മണ്ണും സസ്യജാലങ്ങളൊക്കെ അത് പിടിച്ചൊന്ന് റെഡിയായി വരുമ്പോഴാണ് ചൂട്. അപ്പോൾ ഈ മാറി മാറി വരുന്ന ചൂടും മഴയും കാരണം സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും മണ്ണിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതൊരു വലിയ വിഷയമാണ് ലോകത്ത്. നല്ല മഴ ഉണ്ടായിരുന്നല്ലേ രാജസ്ഥാൻ, സരസ്വതി നദി ഉണ്ടായിരുന്ന സ്ഥലമല്ലേ. ഇപ്പം എന്താ സംഭവിച്ചത്? ഇടയ്ക്ക് മഴ പോയി, ഇപ്പോൾ വീണ്ടും മഴ വന്നിട്ട് രാജസ്ഥാനിൽ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പം മഴ മാറിക്കളിക്കുകയാണ്. പസഫിക് ഓഷനിൽ എൽനിനോ എന്നൊരു പ്രതിഭാസമുണ്ട്. അതായത് കടൽ ചൂടാവുന്ന പ്രതിഭാസം, വേറെ കാര്യമൊന്നുമില്ല. അത് ഒരുപാട് ചൂടാവുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ മഴയിൽ ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെ നിയന്ത്രിച്ചിരുന്ന വേറെ ഘടകമുണ്ട്. ഈ മഴക്കാറ്റുകളും നീരാവിയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിനെ പിടിക്കുകയും അതിനെ ബാലൻസ് ചെയ്യുകയും ചെയ്തിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതിൻ്റെ കിഴക്കും പടിഞ്ഞാറും 2 വശത്തുള്ള ചൂട് വ്യത്യാസം അനുസരിച്ച് അവിടെ നിന്ന് വരുന്ന കാറ്റിനെയൊക്കെ ബാലൻസ് ചെയ്യുമായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ കുഴഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ശക്തമായ ചൂടും അതിശക്തമായ മഴയില്ലായ്മയിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഉള്ള ഭയം എന്താണെന്നറിയാവോ? ഈ മാറിയ മഴ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒന്നിച്ച് വരും. അങ്ങനെ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? വയനാടുകളിൽ നിങ്ങളെ നാട്, അങ്ങോട്ടൊന്നും പോകണ്ട, കംപ്ലീറ്റ് താഴെ വരും. അതാണ് സ്ഥിതി. മലയെല്ലാം ഇടിയും, മഞ്ഞ് പോലെ ഈ
സ്പോഞ്ച് പോലെ കിടക്കുന്ന മലകളെല്ലാം ഇടിയും. ചേലാമ്പ്ര മലയെല്ലാം വലിയ സൂക്ഷിച്ച് വേണം ഇനിയിപ്പോൾ താമസിക്കാം അവിടെയൊക്കെ പോയിട്ട്. അപ്പം ഒരു മഴക്കാലം ദുരന്തത്തിൻ്റെ കാലം, മഴ കഴിഞ്ഞാൽ വേനൽക്കാലം. ഇതാണ് ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും പുതിയ കാലാവസ്ഥ രീതി. ഇത് തുടങ്ങിയിട്ട് 20 വർഷമായി, പക്ഷേ സജീവമായിട്ട് 10 വർഷമായി, വളരെ സജീവമായിട്ട്. 2016 വരൾച്ച, അപ്പം മുതലാണ് ഇതിൻ്റെ തനി സ്വഭാവം കാണിച്ചുകൂടെ. അതുവരെ നമുക്ക് കുറേശ്ശേ വരവുള്ളായിരുന്നു. 17 ഓഖി വന്നു, 18 പ്രളയം വന്നു, 19, 20, 21 പ്രളയം വന്നു, ഉരുൾപൊട്ടൽ വന്നു, ഇങ്ങനെ 24 ഉരുൾപൊട്ടൽ വന്നു, ഇങ്ങനെ കണ്ടിന്യൂ. ഇപ്പോൾ ഉരുൾപൊട്ടൽ വന്നു. ഇന്നലത്തത് ഈ മണ്ണ് വാരിയിട്ടത് മാത്രമല്ല വയനാട്ടിലെ പ്രശ്നം. അതിനും 18 മീറ്റർ മുകളിൽ എന്ത് പൊട്ടി? ഉരുൾപൊട്ടി. ഇപ്പോൾ കൊങ്കൺ ഡ്രൈവിൽ നിന്ന് കൈ ഒഴിഞ്ഞല്ലോ. കൊങ്കൺ ഡ്രൈവിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ല, ഞങ്ങളുടെ മണ്ണ് മാറ്റാത്തതൊന്നും കുഴപ്പമൊന്നുമില്ല, മോളിൽ നിന്നാണ് പൊട്ടിയെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് 18 മീറ്റർ മോളിൽ നിന്നാണ് പൊട്ടിയത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ ഫൈനൽ റിസൾട്ട്? ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുമല്ലോ. ഒന്ന്, കുടിവെള്ളം സമയത്ത് കിട്ടത്തില്ല. ഇപ്പം തന്നെ കറണ്ട് നിങ്ങൾ നോക്കൂ. അമലിൻ്റെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ പ്രായം കുറവാണല്ലോ, എന്നേക്കാൾ പ്രായം കുറവാണല്ലോ. ഞാൻ എൻ്റെ വയസ്സ് വെച്ച് പറയട്ടെ, ജൂൺ മാസത്തിൽ കറണ്ട് കട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ജൂലൈ മാസത്തിൽ കറണ്ട് കട്ടൊക്കെ ഉണ്ട് കേരളത്തിൽ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കറണ്ട് കട്ടൊക്കെ ഉണ്ട്. വലിയ പവർ കട്ട് വന്ന വർഷങ്ങളുണ്ട് ഇവിടെ. ദിവസങ്ങളോളം പവർ കട്ട് ചെയ്തിരുന്ന ദിവസങ്ങളുണ്ട്. എല്ലാ ദിവസവും 2 മണിക്കൂർ പോകുന്ന പവർ കട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ജൂണിലും ജൂലൈയിലും പവർ കട്ടില്ലായിരുന്നു. ഈ ജൂണിലും ജൂലൈയിലും പവർ കട്ടുണ്ട്. അത് പ്രഖ്യാപിതമല്ല എന്നുള്ളതേ ഉള്ളൂ. പവർ കട്ടുണ്ട്, നമ്മൾ അനുഭവിക്കുകയാണ്. ഡാമുകളിൽ 25% വെള്ളമുള്ളൂ. ഇപ്പോൾ കുറച്ച് കൂടി ഡാമുകളിൽ. സസ്യജാലങ്ങൾക്ക് ജന്തുജാലങ്ങൾക്ക് കൂടെ ജീവിക്കാൻ പറ്റില്ല. ആ നിലയിൽ കാലാവസ്ഥ മാറുകയാണ്. ഇന്ന് ആരോഗ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, മുരളീധരൻ. പ്രസ്താവന കറക്റ്റാണ്, അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആരോഗ്യം കുറയുന്നതും രോഗം വരുന്നതും ആരോഗ്യവകുപ്പിന് മാത്രം കുറ്റമല്ല, കാലാവസ്ഥയുടെ മാറ്റമാണ് ഇവിടെ. വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയ വിഷയമാണ് നമുക്ക്. അപ്പോൾ ഇനി വേസ്റ്റ് മാനേജ് ചെയ്യാതിരിക്കുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കും. അങ്ങനെയുണ്ട്. ഇപ്പം മഴ മാറുന്നതും കുറയുന്നതിലും എൽനിനോ പ്രതിഭാസം ഉള്ളതുപോലെ കടലിലെ പ്രതിഭാസം ഉള്ളതുപോലെ നമ്മുടെ കയ്യിരിപ്പുണ്ട്, മനുഷ്യൻ്റെ ഇടപെടലും ഉണ്ട് ഇതിനകത്ത്. രണ്ടും കൂടെയാണ്. കാട് വെട്ടുന്നത്, പിന്നെ പുഴ നശിപ്പിക്കുന്നത്, മാലിന്യം സംസ്കരിക്കാത്തത്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു സെൻസിറ്റീവ്, എന്താ പറയുക, ക്ലൈമാറ്റിക് സെൻസിറ്റിവിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. ക്ലൈമാറ്റ് ചേഞ്ച് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, കാലാവസ്ഥ മാറ്റം. അത് പോയി. ക്ലൈമാറ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ കാലാവസ്ഥ ഒരു ദുരന്തമായി വന്നു തുടങ്ങി, അതും പോയി. പെട്ടെന്ന് ടെർമിനോളജി തന്നെ പോവുകയാണ്. കാലാവസ്ഥ ആക്ഷനിലേക്ക് പോയി നമ്മൾ, ക്ലൈമാറ്റ് ആക്ഷൻ, അതും പോയി. ഇപ്പോൾ ക്ലൈമാറ്റ് സെൻസിറ്റിവിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. വളരെ സെൻസിറ്റീവായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം, നാടുമൊക്കെ. അപ്പോൾ ആ സെൻസിറ്റീവായ സ്ഥലത്ത് നമ്മൾ എങ്ങനെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് മലയാളീന് വളരെ കൃത്യമായി എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഹോംവർക്ക് ചെയ്തേ പറ്റുള്ളൂ. കൃഷി വകുപ്പ്, എല്ലാ വകുപ്പിനും പണിയുണ്ട് അതിനകത്ത്. അതിന് ഒരാളിന് മാത്രമല്ല പണി. കൃഷി വകുപ്പ് ഇനി ഇങ്ങനത്തെ പഴയ രീതിയിലുള്ള നെല്ലും പഴയ പച്ചക്കറി കൃഷിയും കൊണ്ട് മുമ്പോട്ട് നോക്കത്തില്ല. അപ്പോൾ പുതിയ ജലസേചന കാർഷിക രീതികളും വിത്തിനങ്ങളും കാർഷിക പാക്കേജുകളും ഡെവലപ്പ് ചെയ്യണം, പ്രചരിപ്പിക്കണം. കൃഷി വകുപ്പ് ചെയ്തേ പറ്റുള്ളൂ. ആരോഗ്യവകുപ്പ്, ജലജന്യ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ വേണ്ട പ്രളയമാണ്, അതിനെതിരെ ജനങ്ങളെ ജാഗ്രതരാക്കണം. കുടിവെള്ളം, മഴ വല്ലപ്പോഴേ വരുന്നുള്ളൂ, അപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്തോണം, സംഭരിച്ചോണം. പഴയതുപോലെ വർഷം മുഴുവൻ മഴയില്ല. ഇപ്പോൾ പണ്ടത് 2-3 മാസം വരൾച്ച, ബാക്കി മൊത്തം മഴയുണ്ട്. ഇവിടെ ഈ മഴയില്ല. വരുമ്പോൾ മഴയെ സംരക്ഷിച്ചോണം. കിണറുകൾ റീചാർജ് ചെയ്യുക, കുളങ്ങൾ നന്നാക്കി വയ്ക്കുക, നദികൾ നന്നാക്കുക, മാക്സിമം വെള്ളം മണ്ണിലേക്ക് കടത്തി വിടുക. അങ്ങനെ മണ്ണിനെയൊക്കെ റെഡിയാക്കി വയ്ക്കുന്ന രീതിയിലേക്ക് ജലസേചന വകുപ്പ് മാറണം, വാട്ടർ അതോറിറ്റി മാറണം. ഇലക്ട്രിസിറ്റി വകുപ്പ്, കൂടുതൽ കറണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ച്, മഴക്കാലത്ത് കൂടുതൽ കറണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള, ഡാം തുറന്നുവിടുകയല്ലേ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിക്കണം. അങ്ങനെ എല്ലാ വകുപ്പുകളും, പരിസ്ഥിതി വകുപ്പ് ആലോചിക്കണം, കൃഷി വകുപ്പ് ആലോചിക്കണം, ആരോഗ്യവകുപ്പ് ആലോചിക്കണം, ഭക്ഷ്യവകുപ്പ് ആലോചിക്കണം, വ്യവസായ വകുപ്പ് ആലോചിക്കണം. എല്ലാവരും വലിയ ഗവേഷണവും പഠനമൊക്കെ നടക്കുകയും അതിനുള്ള പണികൾ കേരളത്തിൽ നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ നമുക്കൊരു സമൂഹം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴ, ഈ പറഞ്ഞ പോലെ കുറഞ്ഞ സമയം കുറഞ്ഞ സ്ഥലം വലിയ മഴ, മഴ കഴിഞ്ഞാൽ വേനലെന്ന് പറയാൻ പറ്റില്ല, വരൾച്ച, വെള്ളമില്ല, അതാണ് സ്ഥിതി. മഴ കഴിഞ്ഞ ഉടനെ ചൂടും വെള്ളമില്ല. ഇതൊരു വലിയ പ്രതിഭാസമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ പല തലങ്ങളിൽ മലയാളി പഠിക്കണം. സമസ്ത ജനവിഭാഗങ്ങളെ അത് പഠിപ്പിക്കുകയും വേണം. അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും നമ്മുടെ മുന്നിലില്ല. എന്തായാലും വർഷങ്ങളായി കേരളത്തിൽ തുടർന്ന് പോന്നിരുന്ന കാലാവസ്ഥയിൽ സമൂലമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു അതായത് കാലവർഷം ഉണ്ടാകേണ്ട സമയത്ത് തന്നെ വലിയ രീതിയിലാണ് സംസ്ഥാനത്ത് എമ്പാടും ചൂട് അനുഭവപ്പെടുന്നത്. വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും കാലാവസ്ഥ എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ സംശയങ്ങൾ നിലനിൽക്കുന്നു. ശക്തമായ മഴയാണ് എങ്കിൽ, അതായത് ഒരു മണിക്കൂറിൽ വലിയ ശക്തമായ മഴ പെയ്തിട്ടുണ്ട് എങ്കിൽ വരും മണിക്കൂറിൽ ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് മാറും എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.